ഹലോ, എല്ലാവർക്കും നമ്മളുടെ ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ മാമാർത്തിൻ്റെ ഒപ്റ്റൻ ഫേസ് സ്ക്രബിനെ പറ്റിയാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് സ്ക്രബ് ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അതായത് സോണ ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോമിഗ്രാനറ്റ്, പിന്നെ നമ്മുടെ പപ്പായ സ്ക്രബൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലോങ് ടൈമിന് ശേഷമാണ് ഞാനൊരു സ്ക്രബ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണമെന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെയാണ് മാമാർത്തിൻ്റെത് പർച്ചേസ് ചെയ്തത്. ഞാൻ അവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ അവരുടെ തന്നെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും മറ്റുള്ള സൈറ്റുകളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാൾ ഡിസ്കൗണ്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ഇതും ഒരു ഫേസ് വാഷും വാങ്ങിയപ്പോൾ എനിക്കൊരു 500 റുപ്പീസിൻ്റെ നീം ഫേസ് സ്ക്രബ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഫർ ഒരു 2 ദിവസം തികച്ചുണ്ടായിരുന്നില്ല. എനിക്ക് മെസ്സേജ് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ ശരിക്കും എല്ലാ സ്കിൻ ടൈപ്പിനും യോജിക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ പാരബിൻ ഫ്രീ ആണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 349 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 2 ഇയേഴ്സോളം ഇതിന് എക്സ്പയറി ഉണ്ട്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, ആസ് യൂഷ്വൽ എല്ലാ സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നനഞ്ഞ ഫേസിലേക്ക് ഫേസ് ഒന്ന് കഴുകുക നന്നായിട്ട്. അത് നമുക്ക് ഫേസ് വാഷ് ഇട്ടിട്ട് വേണമെങ്കിൽ കഴുകാം, അല്ലാതെ വേണമെങ്കിൽ പയറുപൊടി അങ്ങനെയൊക്കെ. ഞാനിത് നോർമലായിട്ട് വാഷ് ചെയ്തിട്ട് ആണ് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് വാഷും സ്ക്രബും എല്ലാം കൂടി അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഫേസ് അങ്ങ് കുറേ ഡ്രൈ ആയതുപോലെ തോന്നുന്നു. എൻ്റെ സ്കിൻ ഓയിലി ആണ്. അപ്പോൾ ഞാനിത് കുറേ തവണ ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ലോവർ ലിപ്പിൻ്റെ താഴെയൊക്കെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ പ്രോബ്ലം എനിക്കുണ്ട്. അപ്പോൾ സോണ ക്രീം ഉപയോഗിച്ച ടൈമിൽ എനിക്കങ്ങനെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെയും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂക്കിൻ്റെ സൈഡിലും വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ മസാജ് ചെയ്ത് കൊടുത്തു മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു റെഡ്നെസ് പോലെ വന്നു. പക്ഷേ എനിക്ക് ബേണിങ് സെൻസേഷനോ ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ അങ്ങനെ ഉള്ളൊരു പ്രശ്നങ്ങളും ഇല്ല. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി പ്ലസ് കുറച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഒരുവിധം ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് പോകുന്നതായിട്ട് അറിയാൻ പറ്റും. ഈ ഒരു സ്ക്രബിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ടാൻ റിമൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് തരും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മളെ സ്കിന്നിനെ ഒരുപാട് വെളുപ്പിക്കും എന്നല്ല, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ആഴ്ചയിലൊരു 2 തവണ അല്ല 3 തവണയൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യുകയൊന്നും വേണ്ട. ഒരുപാട് സെൻസിറ്റിവിറ്റി സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധിക നേരം ഇട്ട് മസാജ് ചെയ്യാതിരിക്കുക. അതിൽ കുറച്ച് ഗ്രാനുൾസ് പോലെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ള സ്കിന്നുകാർക്കാണെങ്കിൽ ചിലപ്പോൾ റാഷസ് പോലെയൊക്കെ വരും. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ സ്കിന്നും സ്യൂട്ട് ആവുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അതിന് ശേഷം ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ നമുക്ക് എനിക്കത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ടാൻ റിമൂവ് ആകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റ തവണ ഉപയോഗിച്ചാൽ ഉടനെ ടാൻ റിമൂവൽ എന്നല്ല കേട്ടോ. ഒരു 2-3 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടാൻ മാറുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ തരും സ്കിന്നിന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നെ വെളുപ്പിക്കും എന്നുള്ളതല്ല. ഒരു സ്ക്രബോ ഫേസ് വാഷോ യൂസ് ചെയ്യുന്ന വെച്ച് നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരുപാട് വൈറ്റനിങ് എഫക്റ്റ് ഒന്നും കിട്ടില്ല. ഇങ്ങനെ കുറേ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡേർട്ടൊക്കെ നമുക്ക് കളയാം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ കണ്ണിന് ചുറ്റും ഇപ്പോൾ കറുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അധികം ഇല്ല, കുറച്ചൊക്കെ. ഞാൻ ഉറക്കം ശരിക്കും എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉറക്കമല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ശരിക്കും സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം എൻ്റെ സ്കിൻ ഞാൻ പറഞ്ഞല്ലോ ഓയിലി ആണെന്ന്. പക്ഷേ ആ ഓയിലി ഒക്കെ ആയിട്ടുള്ളത് ശരിക്കും പോയിട്ട് ഒരു നോർമൽ രീതിയിലേക്ക് സ്കിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഒരു ഡ്രൈ ആയതുപോലെ തോന്നും. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് നോർമൽ അല്ലെങ്കിൽ ആ ഓയിലി സ്കിന്നിൻ്റെ തീരെ ആ ഒരു ടച്ചപ്പ് ഇല്ലാതെ അങ്ങ് പോയി. അപ്പോൾ
മോയ്സ്ചറൈസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. ഞാനിത് മോയ്സ്ചറൈസിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രബ്ബർ. 2 ഇയേഴ്സോളം എക്സ്പയറി ഉണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കാൻ നോക്കി, പക്ഷേ ഭയങ്കര മഴയാണ് ഇവിടെ, കോട്ടയത്ത് നല്ല മഴയാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടൊന്നും ഇത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ സ്കിന്നൊന്ന് സൂം ചെയ്ത് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനാകെ ഒരു ഡള്ളായിട്ട് പോയത്. അപ്പോൾ സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു ടാനൊക്കെ ഒരു റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ വൈറ്റനിങ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നമുക്കങ്ങനെ വിശ്വസിച്ച് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരുപാട് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ സ്കിന്നും സ്യൂട്ട് ആകുമെങ്കിലും നിങ്ങൾ ഡ്രൈ സ്കിന്നുകാർ ആണെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ സെൻസിറ്റിവിറ്റി ഉള്ള സ്കിന്നുകാർ ആണെങ്കിലും ഒരുപാട് മസാജ് ചെയ്യാതെ നോക്കുക. ഇത്രയൊക്കെ നോക്കിയാൽ മതിയാവും. നമുക്ക് ഒരു സ്ക്രബ് എന്ന നിലയിൽ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നീക്കുന്നുണ്ട്, ടാനും അത്യാവശ്യം കളയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടോ? ഇവിടെ കോട്ടയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മഴ, നല്ല മഴയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അത്